നമസ്കാരം. ഭാരതത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെയും രഹസ്യാന്വേഷണ വിഭാഗത്തെയും ഒരുപോലെ മുൾമുനയിൽ നിർത്തിയ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ചടങ്ങിന് തൊട്ടടുത്തു നിന്നും സ്ഫോടക വസ്തുക്കളും ടൈമർ സർക്യൂട്ടുകളും കണ്ടെടുത്തത് അതീവ ഗൗരവത്തോടെയാണ് രാജ്യം നോക്കിക്കാണുന്നത്. വെറുമൊരു ഭീഷണി എന്നതിലുപരി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കൃത്യമായ ഒരു സ്ഫോടന പദ്ധതിയായിരുന്നു ഇതെന്ന സംശയമാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഓരോ വിവരങ്ങളും അടിവരയിടുന്നത്. ബംഗളൂരുവിലെ കഗലിപുര പ്രദേശത്ത് നിന്ന് ലഭിച്ച ഈ സ്ഫോടക വസ്തുക്കൾ ഒരു വലിയ ദുരന്തത്തിന്റെ തുടക്കമാകുമായിരുന്നു എന്ന തിരിച്ചറിവ് സുരക്ഷാ ഏജൻസികളെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. ബംഗളൂരു നഗരപ്രാന്തത്തിലുള്ള ആർട്ട് ഓഫ് ലിവിംഗ് ക്യാമ്പസിലെ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാൻ ഇരിക്കെയാണ് സമീപ പ്രദേശത്തു നിന്നും ജെലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെടുത്തത്. ആദ്യഘട്ടത്തിൽ ഇതൊരു സാധാരണ കണ്ടെത്തലായിരുന്നു എങ്കിലും തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇലക്ട്രോണിക് സർക്യൂട്ടുകളും ടൈമർ ഘടകങ്ങളും ലഭിച്ചത് ഗൂഢാലോചനയുടെ ആഴം വ്യക്തമാക്കുന്നു. സ്ഫോടനം നടത്തുന്നതിനായി സജ്ജീകരിച്ചിരുന്ന കൃത്യമായ ഒരു സംവിധാനമായിരുന്നു ഇതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത്. കൃത്യസമയത്ത് ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ പ്രധാനമന്ത്രിയുടെ സഞ്ചാരപഥത്തിൽ വലിയൊരു സുരക്ഷാ വീഴ്ചയും അപകടവും സംഭവിക്കുമായിരുന്നു. സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ ഉടൻ തന്നെ സുരക്ഷാസേന പ്രദേശം വളയുകയും പരിശോധനകൾ ഊർജിതമാക്കുകയും ചെയ്തു. ഈ കേസുമായി ബന്ധപ്പെട്ട് കൊരമംഗല സ്വദേശിയായ ലോഹിത് എന്ന 42 വയസ്സുകാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മുൻപ് IT മേഖലയിൽ ജോലി ചെയ്തിരുന്ന ഇയാൾ നിലവിൽ തൊഴിൽ രഹിതനാണ്. ഞായറാഴ്ച രാവിലെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന സ്ഥലത്തും HAL എയർപോർട്ടിലും സ്ഫോടനം നടക്കുമെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ബാനർഘട്ട റോഡിലെ ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ച് ഇയാളെ പിടികൂടുന്നത്. മുൻപ് ISROയിൽ ജോലി ചെയ്തിരുന്ന ഒരാളുടെ മകനാണ് താനെന്ന് അവകാശപ്പെടുന്ന ലോഹിത് ചോദ്യം ചെയ്യലിനിടെ രാജ്യം നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആവർത്തിച്ചു പറയുന്നതായിട്ടാണ് വിവരം. ഇവരുടെ മാനസികാവസ്ഥ പരിശോധിച്ച് വരികയാണ് എങ്കിലും ഇതൊരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന കാര്യത്തിലും വ്യക്തമായ അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സ്ഥലത്ത് CCTV ക്യാമറകൾ ഇല്ലായിരുന്നു എന്നതാണ്. എങ്കിലും സമീപത്തുള്ള റോഡുകളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് സംഭവ ദിവസം പുലർച്ചെ 6 മണിക്കും 10 മണിക്കും ഇടയിൽ ആ പ്രദേശത്തിലൂടെ കടന്നുപോയവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. പിടിച്ചെടുത്ത ജെലാറ്റിൻ സ്റ്റിക്കുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. ഭീഷണി സന്ദേശം ലഭിച്ച ഉടൻ തന്നെ പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചതിനാൽ വലിയൊരു ദുരന്തം ഒഴിവാക്കാൻ സാധിച്ചു. എങ്കിലും പ്രധാനമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഇത്രയും വലിയൊരു പാളിച്ച എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടന്നു വരികയാണ്. ഈ സംഭവം കേവലം ഒരു വ്യാജ ഭീഷണിയോ അതോ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ തകർക്കാൻ ആസൂത്രണം ചെയ്ത വലിയൊരു പദ്ധതിയുടെ ഭാഗമാണോ എന്ന കാര്യത്തിൽ വൈകാതെ തന്നെ വ്യക്തത ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്ഫോടനത്തിന് ആവശ്യമായ ടൈമർ സർക്യൂട്ടുകൾ ഉൾപ്പെടെയുള്ളവ ലഭിച്ചത് ഗൂഢാലോചനയുടെ സാധ്യതകളെ തള്ളിക്കളയാൻ സാധിക്കില്ലെന്ന് തെളിയിക്കുന്നു. രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയിൽ വലിയൊരു ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ് ബംഗളൂരുവിലെ ഈ സ്ഫോടക വസ്തുവേട്ട. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകളും വെളിപ്പെടുത്തലുകളും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. ബംഗളൂരു നഗരം മുൻകാലങ്ങളിൽ അഭിമുഖീകരിച്ചിട്ടുള്ള ഭീകരാക്രമണങ്ങളുടെയും സ്ഫോടനങ്ങളുടെയും പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവം അതീവ ഗൗരവകരമായ ഒരു ഭീകരാക്രമണ പദ്ധതിയായി സംശയിക്കുന്നത് അസ്ഥാനത്തല്ല. ദക്ഷിണേന്ത്യയുടെ IT ഹബ്ബ് എന്ന നിലയിലും രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന നഗരമെന്ന നിലയിലും ബംഗളൂരു കാലങ്ങളായി ഭീകര സംഘടനകളുടെ നിരീക്ഷണ വലയത്തിലാണ്. അതുകൊണ്ട് തന്നെ സ്ഫോടനത്തിനായി തയ്യാറാക്കിയ ടൈമർ സർക്യൂട്ടുകളും ജെലാറ്റിൻ സ്റ്റിക്കുകളും കണ്ടെത്തിയതിനെ വെറും ഒരു ഒറ്റപ്പെട്ട സംഭവമായോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മാനസിക വിഭ്രാന്തിയുടെ ഫലമായോ മാത്രം കാണുന്നത് സുരക്ഷാപരമായ വിഡ്ഢിത്തമായിരിക്കും. മുൻകാല ചരിത്രവും നിലവിലെ സാഹചര്യങ്ങളും പരിശോധിക്കുമ്പോൾ ഇതൊരു ആസൂത്രിതമായ അട്ടിമറി നീക്കമായി കണക്കാക്കാനുള്ള നിരവധി കാരണങ്ങൾ സുരക്ഷാ ഏജൻസികൾക്ക് മുന്നിലുണ്ട്. ബംഗളൂരുവിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഭീകരപ്രവർത്തനങ്ങളുടെയും രഹസ്യ സങ്കേതങ്ങളുടെയും നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കും. 2005 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന് നേരെ നടന്ന വെടിവെപ്പും 2008 സ്ഫോടന പരമ്പരകളും 2010 ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സമീപം ഉണ്ടായ സ്ഫോടനവും ഈ നഗരം എത്രത്തോളം ഭീകരവാദികളുടെ ലക്ഷ്യസ്ഥാനമാണ് തെളിയിച്ചിട്ടുള്ളതാണ്. അടുത്തിടെ രാമേശ്വരം കഫേയിലുണ്ടായ സ്ഫോടനം പോലും തെളിയിക്കുന്നത് നഗരത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കുവാൻ ഗൂഢസംഘങ്ങൾ ഇപ്പോഴും സജീവമാണ് എന്നതാണ്. ഇത്തരം സംഭവങ്ങളിലെല്ലാം തന്നെ പുറത്തു നിന്നുള്ള ഭീകര സംഘടനകളുടെ സഹായത്തോടെ പ്രാദേശികമായി സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയെപ്പോലൊരു VVIP നഗരത്തിലെത്തുമ്പോൾ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തത് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു വലിയ ദുരന്തത്തിന് തുടക്കമായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കായി നിയോഗിക്കപ്പെട്ട SPG ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ കണ്ണ് വെട്ടിച്ച് ഇത്തരം സ്ഫോടക വസ്തുക്കൾ നിശ്ചിത കേന്ദ്രങ്ങളിൽ എത്തിക്കുക എന്നത്
ഒരു സാധാരണക്കാരന് അത്ര എളുപ്പത്തിൽ സാധ്യമാകുന്ന കാര്യമല്ല. കൃത്യമായ പരിശീലനവും സ്ഫോടക വസ്തുക്കളെക്കുറിച്ചുള്ള അറിവും ഉള്ളവർക്ക് മാത്രമേ ടൈമർ സർക്യൂട്ടുകൾ ഘടിപ്പിച്ച വിനാശകരമായ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ സാധിക്കൂ. പിടിയിലായ ലോഹിത് എന്ന വ്യക്തിക്ക് സാങ്കേതിക പരിജ്ഞാനം ഉണ്ടെന്നതും ഇയാൾക്ക് ഏതെങ്കിലും നിഗൂഢ സംഘടനകളുമായി ബന്ധമുണ്ടോ എന്നതും അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. മുൻപ് നടന്ന പല സ്ഫോടനങ്ങളിലും പിടിയിലായവർ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരും സാങ്കേതിക വിദഗ്ധരുമായിരുന്നു എന്നത് ബംഗളൂരുവിലെ ഭീകരവാദത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഇയാളുടെ മാനസിക അസ്വാസ്ഥ്യം എന്നത് ഒരു മറയാണോ എന്നും അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന വശം ഇത്തരമൊരു സംഭവം സൃഷ്ടിക്കുന്ന ആഗോള പ്രത്യാഘാതമാണ്. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കുക വഴി രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷാ സംവിധാനങ്ങൾ പരാജയമാണെന്ന് ലോകത്തിന് മുന്നിൽ കാണിക്കാനാണ് ഭീകരർ ശ്രമിക്കുന്നത്. നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനു മുൻപും സ്ലീപ്പർ സെല്ലുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ വസ്തുത നിലനിൽക്കെ ഈ പുതിയ സംഭവം വരാനിരിക്കുന്ന വലിയ ആപത്തിൻ്റെ സൂചനയാകാം. ഗലാറ്റിൻ സ്റ്റിക്ക് കണ്ടെടുക്കുന്നതിന് തൊട്ട് പിന്നാലെ ഭീഷണി സന്ദേശങ്ങൾ എത്തിയത് പോലീസിനെ വഴിതെറ്റിക്കാനോ അതോ മറ്റ് ഭാഗങ്ങളിൽ ശ്രദ്ധ തിരിച്ച് മറ്റെന്തെങ്കിലും നടപ്പിലാക്കാനോ ഉള്ള തന്ത്രമാണോ എന്നും സംശയിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഭീകരാക്രമണങ്ങൾ നടപ്പിലാക്കുന്നത് ഇത്തരം ചെറിയ ലക്ഷണങ്ങളിലൂടെ വലിയ പദ്ധതികളിലേക്ക് നീങ്ങിക്കൊണ്ടാണ്. ചുരുക്കത്തിൽ ബംഗളൂരുവിൻ്റെ ഭൂതകാലം നൽകുന്ന മുന്നറിയിപ്പുകൾ കണക്കിലെടുക്കുമ്പോൾ ഈ സംഭവത്തെ ഒരു ഭീകരാക്രമണ പദ്ധതിയായി തന്നെ കാണുന്നതാണ് രാജ്യസുരക്ഷയ്ക്ക് ഉചിതം. സ്ഫോടനത്തിന് ഉപയോഗിക്കുന്ന ടൈമർ സർക്യൂട്ടുകൾ ലഭിച്ചത് ഇതൊരു നിസ്സാര ഭീഷണിയല്ല എന്നതിൻ്റെ വലിയ തെളിവാണ്. കേവലം ഒരു വ്യക്തിയുടെ പ്രതിഷേധം എന്നതിലുപരി ഇതിനു പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചനയുണ്ടോ എന്നും ഏതെങ്കിലും രാജ്യാന്തര ഭീകര സംഘടനകൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നും NIA പോലുള്ള ഏജൻസികൾ ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ എത്രത്തോളം ജാഗരൂകമാണ് എങ്കിലും ഒരു ചെറിയ വീഴ്ച പോലും വലിയ ദുരന്തങ്ങൾക്ക് വഴിമാറാം എന്ന തിരിച്ചറിവാണ് ബംഗളൂരുവിലെ ഈ സംഭവം നമുക്ക് നൽകുന്നത്. ഭാരതത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയെ തകർക്കാൻ വിദേശ ശത്രു രാജ്യങ്ങൾ പ്രയോഗിക്കുന്ന ഏറ്റവും പുതിയ തന്ത്രങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് പാകിസ്ഥാൻ ചാര സംഘടനയായ ISI ഇന്ത്യൻ യുവാക്കളെ എപ്രകാരം ലക്ഷ്യം വെക്കുന്നു എന്നതിനെക്കുറിച്ചും അതീവ ഗൗരവകരമായ ചർച്ചകൾക്കാണ് ബംഗളൂരുവിൽ നടന്ന സ്ഫോടക വസ്തുവേട്ട വഴിമരുന്നിട്ടിരിക്കുന്നത്. ഏതൊരു രാജ്യത്തിൻ്റെയും നട്ടെല്ല് അവിടുത്തെ യുവതലമുറയാണ്. എന്നാൽ ആ യുവതലമുറയിലെ തൊഴിൽ രഹിതരായ യുവാക്കളുടെ നിരാശയെയും മാനസിക സംഘർഷങ്ങളെയും ചൂഷണം ചെയ്തുകൊണ്ട് അവരെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് നയിക്കുക എന്നത് ശത്രു രാജ്യങ്ങൾ കാലങ്ങളായി പറ്റുന്ന തന്ത്രമാണ്. ബംഗളൂരുവിൽ പിടിയായ ലോഹിത് എന്ന മുൻ IT ജീവനക്കാരൻ്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ തൊഴിലില്ലായ്മയും സാമ്പത്തികമായ തകർച്ചയും എങ്ങനെയാണ് ഒരു വ്യക്തിയെ വിനാശകരമായ ചിന്തകളിലേക്ക് എത്തിക്കുന്നത് എന്നതിൻ്റെ സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഇത് ISI പോലെയുള്ള ഭീകരവാദ സ്പോൺസർമാരുടെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടതാണോ എന്ന ചോദ്യം അതുകൊണ്ട് തന്നെ പ്രസക്തവുമാണ്. ISIയുടെ പ്രവർത്തന രീതികൾ കാലത്തിനനുസരിച്ച് മാറിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങൾക്കായിരുന്നു അവർ മുൻഗണന നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ സൈബർ ഇടങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഇന്ത്യൻ യുവാക്കളെ സ്വാധീനിക്കുന്ന ഹൈബ്രിഡ് വാർഫെയർ രീതിയാണ് ISI സ്വീകരിക്കുന്നത്. IT മേഖലയിൽ ജോലി ചെയ്തിരുന്ന എന്നാൽ പിന്നീട് തൊഴിൽ നഷ്ടപ്പെട്ട ലോഹിത്തിനെ പോലെയുള്ളവർ ഇത്തരം ഏജൻസികളുടെ എളുപ്പത്തിലുള്ള ഇരകളായി മാറാൻ സാധ്യതകൾ ഏറെയാണ്. തൊഴിലില്ലാത്തവർ അനുഭവിക്കുന്ന സാമൂഹികമായ ഒറ്റപ്പെടലും സാമ്പത്തിക പ്രതിസന്ധിയും മുതലെടുത്ത് അവർക്ക് പണവും വ്യാജമായ പ്രത്യയശാസ്ത്രങ്ങളും നൽകി വശീകരിക്കുന്നത് ISIയുടെ സ്ഥിരം ശൈലിയാണ്. രാജ്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ലോഹിത്തിൻ്റെ പ്രസ്താവനകൾ ശത്രു രാജ്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഭരണവിരുദ്ധ വികാരങ്ങളുടെ പ്രതിഫലനമാക്കുവാൻ ഇടയുണ്ട്. ഡിജിറ്റൽ യുഗത്തിൽ ഭീകരവാദ റിക്രൂട്ട്മെൻറ്റ് എന്നത് ശാരീരികമായ കൂടിക്കാഴ്ചകൾക്ക് അപ്പുറത്തേക്ക് വളർന്നിരിക്കുന്നു. ടെലഗ്രാം പോലെയുള്ള എൻക്രിപ്റ്റഡ് ആപ്പുകൾ വഴിയും ഡാർക്ക് വെബ് വഴിയും യുവാക്കളെ ബന്ധപ്പെടാനും അവർക്ക് സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാനുള്ള പരിശീലനം നൽകാനും വിദേശ ഏജൻസികൾക്ക് ഇന്ന് പ്രയാസമില്ല. ബംഗളൂരുവിൽ സ്ഫോടക വസ്തുക്കൾക്കൊപ്പം ടൈമർ സർക്യൂട്ടുകളും കണ്ടെടുത്തത് ഇത്തരത്തിൽ ലഭിച്ച സാങ്കേതിക വിദ്യയുടെ ഫലമാണോ എന്ന് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നു. തൊഴിൽ രഹിതരായ സാങ്കേതിക വിദഗ്ധരെ കണ്ടെത്താൻ അവർക്ക് പ്രത്യേക സംവിധാനങ്ങളുണ്ട്. ഇത്തരം യുവാക്കൾക്ക് തങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ അവരെ ആത്മഹത്യാപരമായ നീക്കങ്ങളിലേക്ക് തള്ളിവിടാൻ ISI പോലുള്ള ഏജൻസികൾക്ക് സാധിക്കുന്നു. കൂടാതെ ഭാരതത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനങ്ങളെയും IT നഗരങ്ങളെയും ലക്ഷ്യം വെക്കുന്നതിലൂടെ രാജ്യത്തിൻ്റെ വികസന കുതിപ്പിനെ തടയാമെന്ന് ശത്രു രാജ്യങ്ങൾ വിശ്വസിക്കുന്നു. ബംഗളൂരു പോലെയുള്ള ഒരു നഗരത്തിൽ അസ്ഥിരതയുണ്ടാക്കിയാൽ അത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന് അവർക്കറിയാം. പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ തന്നെ ഇത്തരമൊരു സംഭവം ആസൂത്രണം ചെയ്തത് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടാനാണ്. ഇതിനായി പ്രാദേശികമായ സഹായം ഉറപ്പാക്കാൻ തൊഴിൽ രഹിതരായ യുവാക്കളെ അവർ കരുവാക്കുന്നു. ഇത്തരം യുവാക്കൾക്ക് നൽകുന്ന ചെറിയ സാമ്പത്തിക സഹായങ്ങൾ പോലും അവരെ വലിയ ചതിക്കുഴികളിൽ വീഴ്ത്താൻ പര്യാപ്തമാണ്. ചുരുക്കത്തിൽ ബംഗളൂരുവിലെ ഈ സ്ഫോടക വസ്തു വേട്ടയെ കേവലം ഒരു വ്യക്തിയുടെ പ്രതിഷേധമായി കാണാതെ അതിനു പിന്നിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഭീകരബന്ധങ്ങളുണ്ടോ എന്ന് ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. തൊഴിലില്ലായ്മ എന്നത് ഒരു സാമൂഹിക പ്രശ്നം മാത്രമല്ല, അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു ആയുധമായി
ശത്രുരാജ്യങ്ങൾ മാറ്റുമെന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. യുവാക്കളുടെ നിരാശയെ ചൂഷണം ചെയ്യുന്ന ISI ഗൂഢാലോചനകളെ പ്രതിരോധിക്കുവാൻ സുരക്ഷാ ഏജൻസികൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള ഇത്തരം കുറ്റകൃത്യങ്ങളെ നേരിടാൻ ഡിജിറ്റൽ നിരീക്ഷണവും സാമൂഹികമായ അവബോധവും ഒരുപോലെ അനിവാര്യമാണ്. നമ്മുടെ യുവാക്കൾ ശത്രുക്കളുടെ ചരടുവലികളിൽ വീണു പോകാതിരിക്കാൻ ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഓരോ നഗരത്തിലും ഉറപ്പാക്കേണ്ടതുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.